നിശ്ചയം സ്വർഗ്ഗവാസികൾ അസ്ഹാബുൽ ജന്ന സ്വർഗ്ഗവാസികൾ അൽയൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഇന്ന് പാരത്രിക ലോകത്ത് ഫീ ശുഗ്ലിൻ നമ്മളൊക്കെ സാധാരണ പറഞ്ഞൊരു വാക്കാണ് കുറച്ച് ഷോലുണ്ട് പക്ഷെ പറയുന്ന ആൾക്കത് അറബിയാണ് തിരിഞ്ഞിട്ടുണ്ടാവില്ല. ശുഗുൽ ഒരുപാട് സുഖങ്ങളിൽ ജോലി എന്നല്ല അവിടെ പോയിട്ട് ജോലിയൊക്കെ ദുനിയാവുന്ന കഴിഞ്ഞില്ല. ഫീ ശുഗുലിൻ വ്യത്യസ്ത സുഖങ്ങളിൽ ഫാകിഹൂൻ സന്തോഷിക്കുന്നവരാണ്, സുഖിക്കുന്നവരാണ്, ആനന്ദിക്കുന്നവരാണ്. ഇന്ന അസ്ഹാബൽ ജന്ന സ്വർഗ്ഗാവകാശികൾ ആ ലിസ്റ്റിൽ അല്ലാഹു പെടുത്തി തരട്ടെ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്, അനുഗ്രഹമാണ്. സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന് കടക്കാൻ കഴിയാന്നുള്ളത് അവന്റെ അമലിന്റെ അളവിന്റെ കണക്കനുസരിച്ചുള്ള ഒരു പ്രവേശനമല്ലത്. ലാ യദ്ഖുലുൽ ജന്നത അഹദുകും നിങ്ങളിൽ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ബിഅമലിഹി അവന്റെ അമല് കൊണ്ട്, കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗപ്രവേശനം അല്ലാഹുവിന്റെ റഹ്മത്താണ്. പ്രവേശിച്ച ശേഷം തസ്തികകൾ മാറുന്നത് അത് അമലിന്റെ സൗന്ദര്യം നോക്കിയിട്ടാണ്. സ്വീകാര്യതയും കട്ടിയും കനവും ഇഖ്ലാസും എണ്ണവും വണ്ണവും നോക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിന്റെ തോപ്പുകൾക്ക് വ്യത്യാസം വരും. സ്വർഗത്തിന്റെ തോപ്പുകൾക്ക് വ്യത്യാസം വരും. ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. ഒരാളെ എല്ലാ കവാടത്തുനിന്നും അയാളെങ്ങനെ വിളിക്കുമ്പോ അങ്ങനെ ഉണ്ടാവും? കോടിക്കണക്കിന് ആൾക്കാരുടെ ആ മനുഷ്യന്റെ പേരിങ്ങനെ ഉയർന്നു കേൾക്കുമ്പോ സഹോദരങ്ങൾ എന്ന് ആലോചിച്ചു. 1000 പേര് ഒരുമിച്ച് കൂടിയെടുത്ത് ഒരാള് പേര് മാത്രം എല്ലാവരും നാവിലൂടെ വരുമ്പോ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുക, ആരാള്, ഇതാരാള്. അവിടെ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് സ്വർഗലോകത്തേക്ക് എല്ലാ കവാടത്തിലൂടെയും ഒരാളെങ്ങനെ മന്ദം മന്ദം വിളിക്കുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാകും ആ വിളി കേൾക്കുമ്പോ. മലക്കുകൾ അവിടുന്ന് ഇങ്ങനെ വിളിക്കാണ്, ഓരോ കവാടത്തിൽ നിന്നും വിളിക്കാം. ഇത് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ വിളിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സിദ്ദീഖേ, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിൽ നിന്നും നിങ്ങളെ പേര് മുടങ്ങും. സന്തോഷത്തോടെ നിങ്ങളത് കേൾക്കും. മലക്കുകൾ ആ സ്വർഗത്തിലേക്കുള്ള ആ റിക്രൂട്ട്മെന്റ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പേര് വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സ്വർഗക്കാരോട് മർഹബ പറയുന്നു മലക്കുകൾ. സ്വർഗത്തിലേക്കാണോ? മർഹബം ബിക്കും, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് സ്വാഗതമുണ്ട്. മലക്കുകൾ സന്തോഷം പറഞ്ഞു സ്വർഗത്തിലേക്ക് ഏറ്റേറ്റ് കൊണ്ടുപോകുന്നവർ ആദ്യഘട്ടത്തിൽ വിവിഐപികൾ പോകും. ഹിസാബില്ലാത്ത ആളുകൾ ആദ്യഘട്ടത്തിൽ പോകും. വിചാരണയില്ലാത്ത ആളുകൾ ആദ്യമായി വിളിക്കും. സുബ്ഹാനല്ലാഹ്, അവരെ കൊണ്ടുപോയി കഴിഞ്ഞാലേ വിചാരണ തുടങ്ങൂ. ആ വിളിക്കപ്പെടുന്നവരിൽ നമുക്കും ഒരു ഭാഗവാക്കാകാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, പൂർവീകർ ചെയ്ത പല അമലുകൾക്കും നമുക്കൊന്ന് സാധിക്കുകയില്ല. പക്ഷേ അതിൽ അവസാനം വിളിക്കുന്നൊരു പേരുണ്ട്, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിബി. എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട് പറയട്ടെ, നാളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാത്ത മെമ്പർമാരെ വിളിക്കുമ്പോ, ഓരോ വിങ്ങിനെ വിളിക്കുമ്പോ ആദ്യഘട്ടത്തിൽ വിളിക്കുന്നവരൊക്കെ കുറഞ്ഞ ആളുകളെ ഉണ്ടാകുള്ളവരൊക്കെ അങ്ങനെ കടന്നുപോകും. അതിൽ അവസാനത്തൊരു കൂട്ടമാണ് ഞാനത് ഓരോന്നും എണ്ണുന്നില്ല. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. പാതിരാത്രിയിൽ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങളെ എടുത്ത് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സുബ്ഹിന്റെ മുമ്പേ എഴുന്നേറ്റ് നിസ്കരിച്ചവരെവിടെ? കുറഞ്ഞ ആളുകളാണ്.
കുറഞ്ഞ ആളുകളെ ഉണ്ടാകും. 1,00,000 ആളുകളിൽ എത്ര ആളുണ്ടാവും? 1,00,000 ആളുകളിൽ എത്ര ആളുകൾ ഉണ്ടാവും? ഒരു 10, 20, 30 ആളുകൾ. റമളാൻ മാസത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചതിനെ പറ്റിയല്ല പറഞ്ഞത്. ദായിമായി പതിവായി ആഖിറത്തിലേക്കുള്ള വലിയ ഒരു നിധിയാണ്, ഒരു സൂക്ഷിപ്പ് സ്വത്താണ് നമസ്കാരം. കിടക്കാൻ നല്ല സുഖമുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. പക്ഷേ ശരീരത്തിനെ അങ്ങോട്ട് പ്രാക്ടിക്കലായി പഠിപ്പിച്ച് റെഡിയാക്കി കോഴി കൂകുന്ന സമയത്തെങ്കിലും എഴുന്നേറ്റൊന്ന് നിസ്കരിക്കാൻ. സുബ്ഹിന്റെ മുമ്പ് തസ്ബീഹ് ചൊല്ലുന്ന കോഴി, ആ കോഴി തസ്ബീഹ് ചൊല്ലുന്ന സമയത്തെങ്കിലും എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിച്ചവരെവിടെയെന്ന് ചോദിക്കുമ്പോ അവസാനത്തെ വിങ്ങാണ്. അവരങ്ങനെ പോകുന്നു. സിറാത്തിന്റെ അടുത്തേക്ക് മലക്കുകൾ മർഹബ ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ വിചാരണയാണ്. ആ വിചാരണയിൽ നിന്ന് വേണ്ട രൂപത്തിൽ രക്ഷപ്പെട്ടെങ്കിൽ സന്തോഷമാണ്. രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. കുടുങ്ങിയിട്ട് ജഹന്നമിലേക്ക് വീഴുന്നവരെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗക്കാര് വ്യത്യസ്ത സുഖങ്ങളിലാണ്. എന്തൊക്കെയാണ് അവരുടെ സുഖങ്ങൾ? വിശാലമായി പറയണം, കുറച്ച് ഞാൻ എണ്ണട്ടെ. ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ, വ്യത്യസ്ത സുഖങ്ങളിൽ ആനന്ദിക്കുന്നവരാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ, സ്വർഗവാസികൾ ഇന്ന് വ്യത്യസ്ത സുഖങ്ങളിൽ ആനന്ദിക്കുന്നവരാണ്. അതിൽ മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. ഒന്ന്, അവരുടെ മനസ്സിനേറ്റവും കുളിരേകുന്ന, അവരെ മനസ്സിനേറ്റവും സന്തോഷമാകുന്ന ഇണകളുമായുള്ള സല്ലാപമാണ്. സ്വർഗീയ തരുണീമണികളുണ്ട്. ദുനിയാവിൽ നിന്ന് അവരോടൊപ്പം ജീവിച്ച സ്നേഹമതികളായ സഹധർമ്മിണികളുമുണ്ട്. അവരോടൊപ്പം യഥേഷ്ടം ഇണചേരാനുള്ളൊരു സുഖം ദുനിയാവിനെ പോലെയല്ല. ദുനിയാവിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു രാത്രിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ക്ഷീണിച്ചിട്ടുണ്ടാകും. പിറ്റത്തെ ദിവസം അവരത് വേണ്ടാന്ന് വെക്കും. പിറ്റത്തെ ദിവസം ഒരുപക്ഷെ അവർക്ക് വീണ്ടും താല്പര്യം വന്നാൽ വീണ്ടും അവർ ബന്ധപ്പെട്ടു പോകുന്നു. എന്നും ശാരീരിക ബന്ധം പുലർത്താനുള്ള ഒരു കഴിവ് ദുനിയാവിലുള്ള ശരീരത്തിന്റെ ആരോഗ്യത്തിന് പലർക്കും പരിമിതിയുണ്ട്. എല്ലാവർക്കും കഴിയില്ല. അത് പ്രത്യേകം ആരോഗ്യം അല്ലാഹു നൽകിയവർക്കേ കഴിയുള്ളൂ. ആ രൂപത്തിൽ ആരോഗ്യം നൽകപ്പെട്ട നേതാവാണ്. പല രൂപത്തിലും വ്യത്യസ്ത ആരോഗ്യം നൽകപ്പെട്ടതുപോലെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഒരൊറ്റ രാത്രിയിൽ തന്നെ 9 ഭാര്യമാരെയും തങ്ങൾ സമീപിച്ചിട്ടുണ്ട്. നമുക്കുള്ള ഒരു ഭാര്യയെ സമീപിച്ചാൽ ഇനി അല്ലല്ലാഹു സല്ലല്ലാഹു പറഞ്ഞ നാളെ മറ്റന്നാളോ കഴിയില്ല. പക്ഷെ സ്വർഗീയ സ്ഥലത്ത് എത്രയും മാറി. ഒരാൾക്ക് എത്രയാണോ ഇണകളെ സ്വീകരിക്കേണ്ടത് ഒരൊറ്റ ടൈമിൽ തന്നെ അല്ലാഹു അത്രയും വലിയ സന്തോഷം കൊടുക്കും. കാരണം അതിന്റെ പിന്നിൽ സുഖം എന്നത് മാത്രമേ ലക്ഷ്യമുള്ളൂ, വേറൊന്നും ലക്ഷ്യമില്ല. സ്വർഗീയസ്ഥർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സന്തോഷത്തിൽ സുഖം മാത്രമേ ലക്ഷ്യമുള്ളൂ, വേറൊന്നും ലക്ഷ്യമില്ല. നിത്യമായും ഭാര്യയുമായി ദുനിയാവിൽ അങ്ങനെ എല്ലാ സമയത്തും ശാരീരിക ബന്ധം പുലർത്തുന്നത് അത് ആരോഗ്യം കുറക്കുന്നൊരു സംഗതിയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് ആരോഗ്യം കുറക്കുന്ന സംഗതി 3 എണ്ണിയപ്പോൾ മഹാനവർകൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്നാണത്. സലാസുൻ ഹുന്ന മുഹ്ലികത്തുൽ അനാമി വജാലിബത്തുസ് സ്വഹീഹി ഇലസ്സഖാമി ദവാമു മുദാമത്തിൻ വദവാമു വത്ഈ വയത്ആമു ത്വാമി അലത്വാമി. 3 കാര്യങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യം കുറക്കും. എത്ര നല്ല ആരോഗ്യവാനാണെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും. അതിലൊന്നാണ് ദവാമു മുദാമത്തിൻ, നിത്യമായി സ്വീകരിക്കുന്ന മദ്യപാനം.
കുറച്ചൊക്കെ ആരോഗ്യവും ബോഡി ഫിറ്റിംഗ്സ് ഒക്കെ തോന്നും. പക്ഷേ കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കാണ് തകർന്നു പോയി, പിന്നെ ഒന്നിനും കഴിയാതെയായി പോയി. നിത്യമായ മദ്യപാനം, അതിന്റെ അർത്ഥം ഇടക്കിടക്കൊക്കെ കുടിക്കാന്നല്ല, എപ്പോഴും കുടിക്കാൻ പറ്റൂല. പക്ഷേ നിത്യ മദ്യപാനിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കുറഞ്ഞ കാലം കഴിയുമ്പോഴേക്കാളുടെ ആരോഗ്യം ഹനിച്ചുപോയി, തകർന്നുപോയി. രണ്ടാമത്തെ ഒന്നാണ് ദവാമു വത്തുഈൻ, നിത്യമായി ഭാര്യ ഭർത്താക്കന്മാര് സുഖങ്ങളിൽ ഏർപ്പെടുന്നത്, നിത്യമായി സുഖം നടത്തുന്നത്, ഉപയോഗിക്കുന്നത്, അത് ആരോഗ്യം ക്ഷീണിച്ചു പോകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തത് ഒരു ഭക്ഷണം കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തത്, അത് ആണിന് മുമ്പ് തന്നെ അടുത്തത്, ടീം ടീം അടിക്കും. 4 കല്യാണം ഉണ്ടെങ്കിൽ 4 കല്യാണത്തിലും നിറച്ച്. അല്ല, അവിടുന്ന് ഭക്ഷണം കഴിച്ചു, അവിടെ പോയി നോക്കുമ്പോ അവിടെ ആട് ബിരിയാണി എങ്ങനെ കഴിക്കാതെ പോരാ, ബിസ്മില്ലായിരുന്നു, അവിടുന്ന് കഴിച്ചു. മറ്റോടെ പോയി നോക്കുമ്പോ കോഴി ഇങ്ങനെ പൊരിച്ചിട്ട്, കോഴി പൊരിച്ചത് ചേർത്ത ബിരിയാണി, അവിടുന്ന് കഴിച്ചു. മൂന്നാമത്തെ സ്ഥലത്ത് പോയി അവിടെ 1-ാം നമ്പർ ബീഫ്, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പോത്ത് വരെ കണ്ടിട്ട് അവിടുന്ന് കഴിച്ചു. ആ മനുഷ്യനെ കണ്ടാൽ എന്താണ് സംഗതി? ഓരോരുത്തരുടെയും പള്ള ഓരോ ചെമ്പായി മാറി. അപ്പൊ ഒരു ഭക്ഷണം കഴിച്ച് അത് ദഹിച്ച് റെഡിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്തത്, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്. ഒടുവില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം കൂടുതല്ല, കുറയും. ഭക്ഷണം ക്രമം പാലിക്കുന്നതിനനുസരിച്ച് ആരോഗ്യം കൂടും. നമ്മളെ നാട്ടിലേക്ക് ആരോഗ്യം കുറയാൻ കാരണം ഭക്ഷണത്തിൽ ക്രമീകരണമല്ല. എപ്പോഴും സ്കൂൾ വിട്ടു വന്ന കുട്ടികൾ വൈകുന്നേരം മതിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാത്രി എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചാൽ മതിയാവും. സ്കൂൾ വിട്ടുന്ന് വന്ന നേരത്തെ തന്നെ 1-2 പ്ലേറ്റ് മൊത്തം റെഡിയാക്കും. പിന്നെ സംസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നെ 2 പ്ലേറ്റ് സുബ്ഹാനല്ലാഹ് എടുക്കാൻ, പിന്നെ ലഘുവായി കഴിച്ചാൽ മതി. അപ്പോഴേ ബുദ്ധി വികസിക്കും. ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ബുദ്ധി കുറയും, മെമ്മറി പവർ കുറയും, പൊട്ടത്തരം കൂടുതൽ പാടില്ലല്ലോ. ബുദ്ധിയാണ് കൂടേണ്ടത്, ബുദ്ധി കൂർമ്മത ഉണ്ടാകും. അതിന് പാകത്തിന് ഭക്ഷണം കഴിക്കണം. അപ്പോ എന്നും ഭക്ഷണം ഇങ്ങനെ ഒന്ന് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തതും ഇങ്ങനെ കഴിച്ചാൽ അങ്ങനെയാണ് ആരോഗ്യം നടക്കുന്നത്. സ്വർഗലോകത്ത് എത്രയും ഒരാൾക്ക് സുഖത്തിൽ ഏർപ്പെടാം. ഹദീസിൽ കാണാം, സ്വർഗത്തിലുള്ള ഒരു മനുഷ്യന് 100 ആളെ ശക്തി നൽകപ്പെടും. എത്ര ആളെ ശക്തി? 100 ആളെ ശക്തി. എന്തില്? ഫിൽ അഖിലി, ഭക്ഷിക്കുന്നതിൽ, വശുർബി, കുടിക്കുന്നതിലും, വൽ ജിമാഇ, ഇണയുമായി സല്ലാപം നടത്തുന്നതിലും 100 ആളെ ഖുവ്വത്ത് ഒരാൾക്ക് നൽകപ്പെടും. അത്രയും വലിയ സന്തോഷത്തിനാണ്, ആനന്ദത്തിനാണ് അല്ലാഹു നൽകുന്നത്. കാരണം അവിടെ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയല്ല, ശരീരം വളരാനല്ല, ആനന്ദിക്കാനാണ്, സുഖിക്കാനാണ്. പാനീയങ്ങൾ കുടിക്കുന്നത് വിശപ്പുണ്ടായിട്ടല്ല, ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയല്ല, ആനന്ദിക്കാനാണ്. സല്ലാപം നടത്തുന്നതും അങ്ങനെ തന്നെയാണ്. സന്താന വർധനവിന് വേണ്ടിയോ എന്തെങ്കിലും ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയോ അല്ല, പിന്നെയോ ഒരു സുഖം അല്ലാഹു നൽകിയതാണ്. ഇങ്ങനെ ഹദീസ് പറയുമ്പോ ഇതിനെ പരിഹസിച്ച് കളിയാക്കുന്ന ആളുകളുണ്ട്. അവരെ വിവരക്കുറവ് കൊണ്ടാണ് സഹോദരങ്ങളെ പരിഹസിക്കുന്നത്, മറ്റൊന്നുകൊണ്ടുമല്ല. കാരണം സ്വർഗലോകം സംവിധാനിച്ചത് അവരല്ല, അല്ലാഹുവാണ്. അവര് പറയുന്ന ഇവിടെയും അങ്ങനെ സുഖിച്ചൂടെ എന്നാണ്. മനുഷ്യൻ അല്ലാഹു തആല അതിന് മാത്രമുള്ള ആരോഗ്യം നൽകിയിട്ടില്ല. ഇനി നൽകിയെന്നാണ് ഒരാൾ വാദിക്കുന്നത്, സമ്മതമില്ല. ഒരു മനുഷ്യന് യഥേട്ടൻ എല്ലാവരോടുമായി ബന്ധപ്പെടുന്ന ഒരു സംവിധാനം, സ്വഭാവം ഇവിടെ നടക്കുകയില്ല. അതിന് അല്ലാഹു പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. സ്വർഗത്തിലെത്തുമ്പോൾ ഇങ്ങനെ ഒരാൾക്ക് 100 ആളെ ശക്തി നൽകപ്പെടുമെന്ന് പറഞ്ഞപ്പോ ഇത് കേൾക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേട്ട അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഇന്നല്ലദീ യഅകുലു വയശ്റബു യകൂനു ലഹുൽ ഹാജ. 100 ആളെ
ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അതൊക്കെ പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വരൂലേന്ന് ചോദിച്ചു. 100 ആളെ ആരോഗ്യത്തിന് വെള്ളം കുടിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അത് പുറത്തേക്ക് വിസർജിക്കേണ്ടി വരൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ ആവശ്യം സ്വർഗത്തിൽ വരൂല. സ്വർഗലോകത്തുള്ള ആളുകൾക്കൊന്നും പിന്ദ്വാരം ഉണ്ടാവില്ല. പിന്ദ്വാരം പുതിയ അറിവല്ല, ഹദീസിലുള്ളതാണ്. പിന്ദ്വാരം ഉണ്ടാവില്ല. അത് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അല്ലാഹു വെച്ചു. കാരണം അവിടെ വിസർജിക്കേണ്ട അവസ്ഥല്ല. അഭിന്ന ഉസ്താദെ മുൻദ്വാരം എന്തിനാണ്? അത് അങ്ങനെ ഒരു സുഖം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അതല്ലാത്ത രൂപത്തിൽ ഒരു സുഖം അല്ലാഹു തആല കൊടുക്കാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നെങ്കിൽ അതും ഉണ്ടാകൂല. പുതിയ അറിവായിട്ട് എഴുതിക്കൊണ്ടെന്ന് പറഞ്ഞാൽ തഫ്സീറുള്ളതാ. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ആയത്തൊക്കെ വിശദീകരിച്ചുകൊണ്ട്. അപ്പൊ ഇത് കേട്ട ഒരു അഹ്ലി കിതാബിൽപ്പെട്ട ഒരാൾ പറഞ്ഞു 100 ആളെ ആരോഗ്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾ എത്ര പുറന്തള്ളേണ്ടി വരും? ഒരാൾക്ക് തന്നെ എത്ര ടൈം വേണം ബാത്റൂം പോയാൽ? ഇഷ്ടം പോലെ പെട്ടെന്നല്ലേ ടാങ്ക് നിറയുന്നത്. അത്രയും കഴിക്കുന്നോണ്ടാണ്, നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ 100 ആളെ ഭക്ഷണം കഴിക്കുന്ന ആൾ ഇതൊക്കെ ഒഴിവാക്കണ്ടേന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫീലു മിൻ ജസദി അഹദിഹിം അർഫുൻ മിസ്ലൽ മിസ്കിൽ ലിദ്ഫരി ഫയദ്മനു ബിദാലിക ബത്നുഹു. എത്ര ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും സ്വർഗീയസ്ഥന്റെ ശരീരത്തിൽ നിന്നൊരു വിയർപ്പ് ഇങ്ങനെ പൊടിയും. ആ വിയർപ്പ് നല്ല സുഗന്ധം പോലത്തെ വിയർപ്പാണ്. ഇവിടുത്തെ വിയർപ്പ് അങ്ങനെയല്ല കേട്ടോ. വിയർത്ത് കുളിച്ചാല് അടുത്തിരിക്കുന്ന ആൾ മറ്റാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടിട്ടെങ്കിലും എന്താ ഒരു മണം. അപ്പോഴാണ് വിയർത്താക്ക് മനസ്സിലാക്കുക എന്റെ വിയർപ്പ് മണത്തിട്ടാണ് പറയുന്നത്. ഞാനിപ്പോ ഒന്ന് വരെ അസ്സലാമു അലൈക്കും ചോദിച്ചു. ഇവിടുത്തെ വിയർപ്പ് അങ്ങനെയാ. ഇവിടെയും കസ്തൂരി പോലെയുള്ള വിയർപ്പായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ്. ഏറ്റവും വലിയ സൗഗന്ധികയായിരുന്നു. അതുകൊണ്ടാണ് മഹദിമാരതൊക്കെ കുപ്പിയിൽ ശേഖരിച്ചത്. സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ല സുഗന്ധമായിരുന്നു നബിയെ. ഞങ്ങൾ അത്തർ വാങ്ങുമ്പോ ഇതിൽ നിന്നൊരു തുള്ളി എടുത്തിട്ട് ആ അത്തറിലേക്ക് തേക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ അത്തറിന് കൂടുതൽ സുഗന്ധം കിട്ടും. അപ്പൊ അങ്ങനല്ല, അത്ര കടയിൽ പോയ ആൾക്കാർ ചോദിക്കും കൂടുതൽ നിൽക്കുന്ന സുഗന്ധം ഏതാന്നല്ലേ ചോദിക്കും. അപ്പൊ ഒരാളതാ ഇത് 2 ദിവസം നിൽക്കും, തേച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ തന്നെ കിട്ടുമെന്നാവോ? ഇത് 2 ദിവസം, ഇത് 24 മണിക്കൂർ, ഇത് 12 മണിക്കൂർ. അത് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ കാശ് കൊടുത്തു വാങ്ങും, വാസനയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് സുഗന്ധം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയാൽ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകും? സുഗന്ധം അടിച്ചു വീശിട്ട്. പള്ളിയിൽ തങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല എങ്ങനെ മനസ്സിലാക്കും? സുഗന്ധം കൊണ്ട്. തങ്ങൾ അങ്ങ് നടന്നു പോയാൽ ഒരൊറ്റ സുഗന്ധം തേച്ചിട്ടില്ലെങ്കിലും കസ്തൂരിയും സുഗന്ധവും അടിച്ചു വീശുന്നു. വാസന കൊണ്ട് സ്വഹാബത്ത് മനസ്സിലാക്കും പള്ളിയിൽ നിന്ന് നിബിധങ്ങൾ വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇതിലെ പോയിട്ടുണ്ട്. ഏതെങ്കിലും ആൾക്കാരെ കൈ പിടിച്ചിട്ട് കൈ വാസന, നിങ്ങളെ കൈ മുത്തുനബിധങ്ങൾ പിടിച്ചിട്ടുണ്ടോ? വാസനിക്കുന്നുണ്ടല്ലോ. അതാ തങ്ങളെ കൈ ഒന്ന് തൊടുമ്പോഴേക്ക് സുഗന്ധം വാസനിക്കാം. ആ കൈ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പൂമുഖം കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. തങ്ങൾ പറഞ്ഞു സ്വർഗക്കാരന്റെ ശരീരത്തിൽ നിന്നൊരു വിയർപ്പ് പൊടിയും, കസ്തൂരിയുടെ ഗന്ധമുള്ള വിയർപ്പ്. അതോടവന്റെ വയറ് ചുരുങ്ങും, അവന്റെ പള്ളക്ഷി, അവന്റെ വയറ് ക്ഷീണിക്കും, മെലിഞ്ഞു പോകും. ഇന്ന അഹദഹും ലയഫ്തല്ലു ഫിൽ ഗദാത്തിൽ വാഹിദ മിഅത അദ്റാ. ധാരാളം കന്യക സ്ത്രീകളെ, ദുനിയാവിൽ നിന്നുള്ള സഹധർമ്മിണികൾ എപ്പോഴും സ്വർഗത്തിൽ അവർ കന്യകകളായിരിക്കും. കന്യകത്വം അവർക്ക് വിട്ടുപോകൂല. സ്വർഗത്തിലുള്ള സുഖത്തിന് അല്ലാഹു സ്പെഷ്യലായി നൽകിയതാണ്. ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. ഇവിടുന്ന് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഇബാദത്തെടുത്ത് വിശ്വാസങ്ങളിൽ നിന്ന് മാറാതെ ജ്വലിച്ചു നിന്ന് ആഖിറത്തിലേക്ക് പോകുന്ന ഉമ്മമാര്, സഹോദരിമാര്, അവരൊരു പുതിയ സൃഷ്ടിപ്പിലായി അല്ലാഹു സംവിധാനിച്ചു കൊണ്ടുവരും. എന്നും അവര് കന്യകകളാണ്, എന്നും അവര് ഒരേ പ്രായത്തിലാണ്, എന്നും അവര് സുമുഖികളാണ്, എന്നും അവര് സുന്ദരികളാണ്, കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന രൂപത്തിലാണ്. ആ ആകർഷണീയത ഒരു കാലത്തും മാറൂല.
അവരെ ശരീരത്തിന് ബോഡിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ചമൽക്കാരം അതിന് മാറ്റം വരൂല. എപ്പോഴും അവർ കന്യകകളാണ് എന്ന് പറഞ്ഞപ്പോ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴും കന്യകകളാണെങ്കിൽ അവരെത്ര വേദന അനുഭവിക്കേണ്ടി വരും? കാരണം ഇവിടെ കല്യാണം കഴിയുമ്പോ ഒരു കന്യക സ്ത്രീയെ കല്യാണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ആദ്യഘട്ടങ്ങളിലൊക്കെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ പെണ്ണിന് സുഖം അനുഭവിക്കണമെങ്കിൽ കന്യക ചർമ്മം നീങ്ങിയ ശേഷം കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ അവൾക്ക് സുഖം കിട്ടുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ അവർക്കൊരു വേദന വരും, പക്ഷെ ആ വേദന പിന്നീട് വരുന്നൊരു സുഖമുള്ളത് കൊണ്ട് ആ വേദന അവർ മറന്നുപോകുന്നു, സഹിക്കുന്നു. പ്രസവ വേദന പോലെ എന്ന് പറയാം. അത്ര വലിയ വേദന അല്ലെങ്കിലും ചെറിയൊരു വേദന വരും. അപ്പൊ എന്നും കന്യകളാണെങ്കിൽ ഒരുപാട് വേദന സഹിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അതേതാ ലോകം എന്നറിയോ? സ്വർഗലോകമാണ്. അവിടെ വേദനയില്ല, വിഷമങ്ങളില്ല, സൗന്ദര്യവും സന്തോഷവും മാത്രമാണ്. കന്യകാത്വം വിടാത്ത രൂപത്തിലുള്ള സുഖങ്ങളാണ് അല്ലാഹു തആല സ്വർഗത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രമാത്രം വലിയ ആരോഗ്യമാണ്. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ എത്ര ഭക്ഷണം കഴിച്ചാലും അതൊക്കെ ഒരു കാറ്റായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോകും. ആ കാറ്റിന് ഇവിടെ പോകുന്ന കാറ്റിന്റെ ദുർഗന്ധമില്ല, ഇവിടെ പിൻദ്വാരത്തിലൂടെ കാറ്റുകൾ പോകാറുണ്ട്. ആ രൂപത്തിൽ ദുർഗന്ധമല്ല, നല്ല സുഗന്ധമുള്ള കാറ്റായിട്ട് അങ്ങോട്ട് പോകും. ബന്ധപ്പെടുന്ന സമയത്തും ഉണ്ടാകുന്നത് എന്താണ്? ഒരു സുഗന്ധ കാറ്റാണ് പുറപ്പെടുന്നത്. അവിടെ ഇവിടത്തെ പോലെ ഇന്ദ്രിയം പുറപ്പെടുകയില്ല, പക്ഷേ സുഖങ്ങൾക്കൊരു കുറവുമില്ല. ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന്, ഇണകളിൽ നിന്ന് പുറത്തു പോകും. റീഹുൻ കറായിഹത്തിൽ മിസ്കീൻ, കസ്തൂരിയുടെ സുഗന്ധം പോലോത്ത നല്ലൊരു വാസന പുറത്തു പോകും. സന്തോഷത്തോടുകൂടെ ആനന്ദിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. സ്വർഗക്കാരുടെ സുഖങ്ങളിൽ എണ്ണിയ ഒന്നാണത്. ഇന്നാ സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. സ്വർഗവാസികൾ സ്വർഗത്തിൽ വ്യത്യസ്ത സുഖങ്ങളിൽ വ്യാപിക്കുന്നവരാണ്, വ്യത്യസ്ത സുഖങ്ങളിൽ ആനന്ദിക്കുന്നവരാണ്. മറ്റൊരു സുഖം സമാഉൽ അസ്വാസി ത്വയ്യിബതി വന്നഗ്മാതിൽ ലദീദാ, കൺകുളിർമയാർന്ന സ്വരരാഗങ്ങൾ. ഇവിടെ നമ്മൾ കേൾക്കുന്ന പാട്ടൊന്നല്ല, സ്വർഗത്തിലെ ഹൂറിലിങ്ങളെ പാട്ട് കേട്ടാണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷായിരിക്കും. സ്വർഗത്തിൽ ഖുർആൻ ഓതുന്നവരുടെ ഖിറാഅത്ത് കേട്ടാൽ എന്തൊരു സന്തോഷായിരിക്കും. അതിന് ഞാനൊരു കാര്യം കൂട്ടത്തിലൊന്ന് പറയട്ടെ. അനാവശ്യ ശബ്ദകോശങ്ങളെ കൊണ്ട് കർണപുടങ്ങളെ നിറക്കരുത്. മ്യൂസിക്കുകളെ കൊണ്ട്, കോമഡികളെ കൊണ്ട്, പേക്കൂത്തരങ്ങളെ കൊണ്ട്, ദുഷിച്ച ശബ്ദങ്ങളെ കൊണ്ട് നമ്മുടെ കർണപുടങ്ങളെ മലീമസമാക്കരുതേ. അങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഈ സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റൂല. ഹൂറുല്ലീങ്ങളുടെ ഗാനങ്ങൾക്ക് എന്തൊരു ആനന്ദമാണ്. കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടും. അപ്പോഴൊക്കെ അവരങ്ങനെ പാടും. പാടുന്നവർ ക്ഷീണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കുറച്ച് പാട്ട് ക്ഷീണിച്ചിട്ട് വെള്ളവും കുടിച്ചു ഒരു കാലത്തും ക്ഷീണിക്കില്ല. ആ ശബ്ദത്തിന് എപ്പോഴെങ്കിലും വല്ല തകരാറുണ്ട്. നല്ല മണിമുത്ത് ശബ്ദങ്ങൾ, അവരുടെ ആ നാവ് കൊണ്ട്, അവരുടെ സുന്ദരമായ ശബ്ദം കൊണ്ടുള്ള ഖുർആനോത്ത് ഏറ്റവും വലിയ ആനന്ദമാണ്. പക്ഷെ അതിന് നമ്മുടെ കർണപുടങ്ങളെ ശ്രദ്ധിക്കണം. ഇന്ന് ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ, ആളുകൾ മുഴുവൻ സമയത്തും ഇവിടെ സുഖത്തിലാണ്. അവരെ രണ്ട് കാതിലേക്കും രണ്ട് സാധനങ്ങൾ അങ്ങോട്ട് തിരികെ കയറ്റി, പിന്നെ അവർ പുറലോകം അറിയുന്നില്ല. അവരാ കേൾക്കുന്നതെങ്ങാനും എപ്പോഴെങ്കിലും അതിന്റെ വയറൊന്ന് ഊരിപ്പോയിട്ട് ശബ്ദത്തോടെ പുറത്തു വന്നാൽ അപ്പുറത്തുപ്പുറത്തുള്ളവർ നാണിച്ചു. അത്രയും വൃത്തികെട്ട മോശപ്പെട്ട ശബ്ദങ്ങളാണ്. മ്യൂസിക് കേൾക്കൽ ഹറാമാണ്. ചെണ്ടമുട്ടും കൊണ്ടമുട്ടും കേൾക്കൽ ഹറാമാണ്. ഇസ്ലാമിൽ ഹലാലാക്കിയ ഒരു ശബ്ദബീജി ഉണ്ടെങ്കിൽ ദഫ്മുട്ട് മാത്രമാണ്. മറ്റൊന്നും അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലാലാക്കി തന്നിട്ടില്ല. ഇവിടെ ഒരു ഹദീസ് പറയട്ടെ. മൻ മലഅ മസാമിഅഹു മിൻ ഗനാഅ്, സംഗീതം കൊണ്ട് ഒരാൾ ശ്രവണപുടങ്ങളെ നിറച്ചാൽ, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ആ
ആഖിറത്തിലെത്തിയിട്ട് ഹൂറുല്ലീങ്ങളുടെ സുന്ദര രാഗങ്ങൾ കേൾക്കണ്ടേ, അവിടെ ഖുർആൻ ഓതുന്നവരുടെ നല്ല ഈണമുള്ള ശബ്ദം കേൾക്കണ്ടേ. സംഗീതം കൊണ്ടൊരാള് ശ്രവണപുടങ്ങൾ നിറച്ചാൽ ലം യുഗ്ദല്ലഹു അൻ യസ്മഅ സൗത റൂഹാനിയീന യൗമൽ ഖിയാമ. റൂഹാനിയീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. അവരുടെ സുന്ദര ശബ്ദം കേൾക്കാൻ അല്ലാഹു അവർക്ക് അനുവാദം കൊടുക്കൂല. ചോദിക്കപ്പെട്ടു അമർ റൂഹാനിയൂൻ, റൂഹാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിന്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുറാഉ അഹ്ലിൽ ജന്ന, സ്വർഗീയസ്ഥരായ ഓത്തുകാരാണ്. മലക്കുകളുണ്ട്, ഹൂറുല്ലീങ്ങളുണ്ട്, മറ്റു സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്ന നല്ല നല്ല അടിമകളുണ്ട്. സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നവരുടെ ശബ്ദവും അതിന്റെ ശൈലിയും ദുനിയാവിൽ നമുക്കതിന് സാമ്യപ്പെടുത്താൻ കഴിയൂല. ആ സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് ആസ്വാദനമാണ്. അതിനിവിടെയുള്ള ഹറാമിന്റെ ശബ്ദകോശങ്ങളെ കൊണ്ട് തടസ്സം സൃഷ്ടിക്കരുത്. കേൾക്കാൻ പറ്റിയതേ ഇവിടുന്ന് കേൾക്കാവൂ. മൂന്നാമത് സ്വർഗത്തിലുള്ളൊരു സന്തോഷം എന്താണെന്നറിയോ? അത്തസാവുറു, പരസ്പര സന്ദർശനമാണ്. വിസിറ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ വരും. നാട്ടിലും കൂട്ടത്തിൽ ജീവിച്ചവരും കുടുംബക്കാരും സ്നേഹിതന്മാരും ദുനിയാവിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാത്തവരും സ്വർഗത്തിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നു. ആ സന്ദർശനം വല്ലാത്തൊരു സന്തോഷമാ. ആ സന്ദർശനത്തിൽ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിക്കുന്നത് യജമാനനായ റബ്ബിന്റെ സന്ദർശനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല യൗമുൽ ജുമുഅയിൽ, വെള്ളിയാഴ്ചയിലും മറ്റു പ്രത്യേക സന്ദർഭങ്ങളിലും സ്വർഗക്കാരെ സന്ദർശിക്കും, അവരോട് സംവദിക്കും, അവരോട് സലാം പറയും, അവരോട് സന്തോഷങ്ങൾ പറയും. ആ ഒരു സന്ദർശനമില്ലേ, ആ ഒരു വിസിറ്റിംഗ് ഇല്ലേ, സ്വർഗക്കാരിലെ വല്ലാത്ത ആനന്ദമാണ്. നിങ്ങളെ നാട്ടിലെ ഒരു മുതലാളിയെ കൂട്ടിക്കോളൂ, ഒരു സാമൂഹ്യ പ്രവർത്തകനെ കൂട്ടിക്കോളൂ, ഒരു ആലിമിനെ സങ്കല്പിച്ചോളൂ, ഒരു സയ്യിദിനെ കൂട്ടിക്കോളൂ. ആ സയ്യിദിന്റെ ആലിമിന്റെ പണക്കാരന്റെ പ്രമാണിയുടെ സഹകാരിയുടെ വീട്ടിലേക്ക് നിത്യ സന്ദർശനത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുമ്പോ അത് കാണുന്നവരെ മനസ്സിൽ എന്തൊരു സന്തോഷമാണ്. ആ സന്ദർശിക്കാൻ കിട്ടുന്ന ആള് ഇത്രയും ആളുകൾ വന്ന് സന്ദർശിക്കുമ്പോ അയാളെ മനസ്സിലൊരു സന്തോഷമാണ്. സ്വർഗലോകത്ത് സ്വർഗക്കാര് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട്. അതേ വ്യത്യസ്ത സന്ദർഭങ്ങളിലുണ്ട്. അള്ളാഹുവിനോട് സാമീപ്യം പുലർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷമാണ്. മറ്റൊരു സുഖമെന്താണെന്നറിയോ? ളിയാഫത്തുല്ലാഹി തആല, അള്ളാഹുവിന്റെ ആതിഥ്യമാണ്. അള്ളാഹുവിനെ കാണുന്ന സന്ദർഭം, സ്വർഗക്കാര് അള്ളാഹുവിനെ ദർശിക്കുന്ന സന്ദർഭം അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ കണ്ടാ പിന്നെ മറ്റു എല്ലാ സുഖങ്ങളും മറക്കുന്ന ഇന്ന അഹ്ലൽ ജന്ന, സ്വർഗക്കാരിദാ നളറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കൊരു നോട്ടം നോക്കിയാൽ നസൂ നഈമൽ ജന്ന, സ്വർഗത്തിലെ മറ്റു സുഖാനുഭൂതികളൊക്കെ മറന്നുപോയി. ഭക്ഷണത്തിന്റെ സുഖവും അതുപോലെ തന്നെ പാനീയത്തിന്റെ സുഖവും വികാരത്തിന്റെ സുഖവും മറ്റു അവിടെയുള്ള എല്ലാ സുഖ സന്തോഷങ്ങളും അവരും മറന്നുപോയി. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ കയറുന്ന ആളുകള്, പ്രവേശിക്കുന്ന ആളുകള്, നരകക്കാരെ പറ്റി അവർക്ക് ചിന്തയില്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ, സ്വന്തം കൂട്ടുകാരിൽപ്പെട്ട ആളുകൾ കാലകാലം നരകത്തിൽ കടക്കേണ്ടി വന്ന ഹതഭാഗ്യരാണെങ്കിൽ അവരെ വിഷയത്തെപ്പറ്റൊരു ടെൻഷൻ സ്വർഗക്കാർക്കില്ല. കാരണം സ്വർഗലോകം സന്തോഷത്തിന്റെ ലോകമാണ്, വിഷമത്തിന്റെ ലോകമല്ല. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകൻ കൻആൻ സ്വർഗത്തിൽ കാലകാലം ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്.
ആളായതിന്റെ പേരില്, സ്വർഗത്തിൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളായതിന്റെ പേരില് സ്വർഗത്തിലെത്തിയിട്ട് സങ്കടം പറയുമോ? ഇല്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാലകാലം സ്വർഗത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരായതുകൊണ്ട് ആ രണ്ട് നബിമാർക്ക് സ്വർഗത്തിൽ ദുഃഖമുണ്ടാകുമോ? ഇല്ലേ, ഇല്ല. അതും അല്ലാഹു നൽകുന്ന സ്വർഗത്തിലെ വല്ലാത്തൊരു സുഖമാണ്. സ്വർഗത്തിലെത്തുന്ന നേരത്ത് വ്യത്യസ്ത സുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകള് നരകക്കാരുടെ വിഷയം ആലോചിച്ച് വിഷമിക്കൂല. അതിന് പകരം സ്വർഗത്തിൽ വലിയ സന്തോഷമാണ് അവർക്ക് ലഭിക്കുന്നത്. അതിലേറ്റവും വലിയ സുഖമാണ് അവസാനം പറഞ്ഞത് അല്ലാഹുവിന്റെ ആതിഥ്യമാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. നല്ലത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം സ്വർഗമുണ്ട്. വസിയാദത്തുൻ, എക്സ്ട്രയുമുണ്ട്, കൂടുതലുമുണ്ട്. എന്താണ് ആ കൂടുതൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്നദുറു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള ദർശനമാണ്. അല്ലാഹുവിലേക്ക് ദർശിക്കുന്ന മുഖങ്ങളുടെ സൗന്ദര്യം എത്ര വലുതാണ്! വുജൂഹുൻ യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അന്ന് ചില മനുഷ്യന്മാരുടെ മുഖവും കൈക്കാലുകളും ശരീരവും ഒക്കെ പ്രകാശം കൊണ്ടങ്ങ് പൊതിയും. അവരെ മുഖത്തേക്ക് നോക്കുന്ന ആളുകളൊക്കെ പ്രകാശത്തിന്റെ ഭംഗി കൊണ്ട് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് അവരെ മുഖത്തിന് അത്രയും വലിയ പ്രകാശം നൽകപ്പെടാനുള്ള കാരണം? ഇലാ റബ്ബിഹാ നാദിറാ. ആ വ്യക്തിത്വങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് നോക്കാനുള്ള മുഖങ്ങളാണ്. വലിയ സന്തോഷമാണ്. പടച്ച റബ്ബിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല രൂപത്തിൽ ജീവിക്കണം, നല്ല രൂപത്തിൽ മരിക്കണം. എന്നാലേ നല്ലവരെ കൂട്ടാഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഞാനത് അവിടെ ചുരുക്കട്ടെ. സ്വർഗത്തിലെ ആളുകൾ അവരുടെ ഇണകൾ സ്വർഗത്തിന്റെ തണലുകളിൽ അലൽ അറായികി മുത്തഖിഊൻ, ഏറ്റവും നല്ല ചാരുകസേരകളിൽ, ഏറ്റവും നല്ല ഫർണിച്ചറുകളിൽ. ഇവിടെയുള്ള ഏത് ഫർണിച്ചറിൽ കുറെ നേരം ഇരുന്നാലും മടുപ്പ് വരും. എത്ര കുഷ്യൻ സീറ്റിൽ ഇരുന്നാലും മടുപ്പ് വരും. മടുപ്പ് വരാത്ത ഇരിക്കുന്ന സമയത്ത് ഏറ്റവും സ്മൂത്തായ കട്ടിലാണ് സ്വർഗത്തിലെ അരീക്ക എന്ന് പറയുന്നത്. അലൽ അറായിക്ക് വ്യത്യസ്ത തരം കട്ടിലുകളുണ്ട്. ആ കട്ടിലുകളിൽ ഇരിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും ആസ്വദിച്ചിട്ട് അങ്ങനെ 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 അതിൽ സുഖിച്ചു കളയും. ഒന്നുകൂടി വിശദമായി സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, അലാ സൂറിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. അലാ സൂറിൻ മൗദൂന, സ്വർണത്തിന്റെ നൂലുകൊണ്ട് ഇയ ചേർത്ത് മുടഞ്ഞുണ്ടാക്കിയ നല്ല കട്ടിലാണ്. ആ കട്ടിലിൽ ഇരിക്കുമ്പോ ഒരു ഭാഗത്തേക്ക് ഇരിക്കുമ്പോ വീണ്ടും തായോട്ട് താന്നിരിക്കാൻ തോന്നുകയാണ്. എത്ര ആടി ഉല്ലസിച്ചാലും മടുപ്പ് വരൂല. മുത്തഖിഊൻ, ചാരിയിരുന്ന് സ്വക പറയുന്നവരാണ്. ഏകാന്തത എന്ന് പറയുന്ന വിഷയം സ്വർഗത്തിലില്ല. ഇണകളില്ലാത്തവർക്കൊക്കെ ഇണകളെ കിട്ടും. ഇവിടെ കല്യാണം കഴിക്കാതെ പോകാത്തവർക്കൊക്കെ, കല്യാണം കഴിക്കാതെ മരിച്ചവർക്കൊക്കെ ഇണകളെ കിട്ടും. വിധവകളായി തീർന്ന ആളുകൾക്ക് ഭർത്താവ് നേരത്തെ ഉപേക്ഷിക്കപ്പെട്ടു, ത്വലാഖ് ചൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവ് ഇട്ടെറിഞ്ഞു പോയി. നല്ല ജീവിതം നയിക്കുന്ന സ്വാലിഹാത്തുകളായ മാതാക്കൾക്കും നല്ല ഇണകളെ കിട്ടും. അവരെ ഭർത്താക്കന്മാരവരെ വേണ്ടാന്നും വെച്ച് ഇട്ടെറിഞ്ഞു പോയതല്ലേ. ആഖിറത്തിലെത്തുമ്പോ നല്ല ഇണകളെ അല്ലാഹു നൽകുമോ? നൽകും.
ഭർത്താക്കന്മാര് സ്വർഗീയസ്ഥരും അവരെ ഇണകളും ആണും പെണ്ണും രണ്ടും പെട്ടു അസ്വാജ് എന്ന് പറഞ്ഞതിൽ സ്വർഗക്കാരും അവരുടെ ഇണകളും സന്തോഷത്തോടെ കിന്നാരം പറഞ്ഞിരിക്കാൻ പറ്റിയൊരു നേരം അല്ലാഹു തആല സ്വർഗത്തിന്റെ തണലുകളിൽ തണൽ ഉസ്താദെ സ്വർഗത്തിൽ വെയിലുണ്ടോ സൂര്യനുണ്ടോ സൂര്യനില്ല സ്വർഗത്തിൽ രാത്രി ഉണ്ടോ രാത്രി ഇല്ല പകലുണ്ടോ പകലുമില്ല രാത്രി ഉണ്ടെങ്കിലല്ലേ പകലുണ്ടെങ്കിലേ രാത്രി സദാ സമയത്തും പ്രഭാപൂരിതമാണ്. അപ്പൊ ചിലർ ചോദിക്കും ഉസ്താദെ സ്വർഗത്തിൽ ഉറക്കല്ലേ ഉറക്കുന്നതൊരു സുഖാണല്ലേ ഉറക്കം വർണ്ണിച്ചു തരാൻ കഴിയോ എന്ന് വർണ്ണിച്ച ഇങ്ങനെ ഉറക്കം വർണ്ണിക്കാൻ കഴിയാത്തൊരു സുഖമാണ്. പക്ഷെ ആ ഉറക്കം ഇവിടെ ഉണ്ടാകുള്ളൂ. അപ്പൊ കുറെ ആൾക്കാർ തീരുമാനിക്കും ഉസ്താദെ ഇവിടെ മാത്രം കിട്ടുന്നൊരു സുഖല്ലേ അത് അടിച്ചു പൊളിച്ചു ഉറങ്ങല്ലേ നിങ്ങൾ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഉറങ്ങി 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 മൂല്യർക്ക് ഉറങ്ങാൻ പാടില്ല. ഒരു പാകത്തിലുള്ള സ്വർഗത്തിൽ ഉറക്കമുണ്ടോ എന്ന് ചോദിച്ചു സഹാബ. എല്ലാം ചോദിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ കൃഷി ഉണ്ടോ നബിയെ? സ്വർഗത്തിൽ കൃഷിയുണ്ട്. കർഷകരായ സഹാബത്തിന് കൃഷിക്ക് താല്പര്യം ഉണ്ടാകുമല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ കൃഷിയുണ്ട്, പക്ഷെ നിങ്ങൾ പോയിട്ട് മണ്ണും ചെളിയൊന്നും ആക്കണ്ട. കൃഷി സ്ഥലങ്ങൾ അല്ലാഹു അങ്ങനെ കാണിച്ചു തരും. അതിന്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ പോയി നിൽക്കുമ്പോഴേക്ക് പറിച്ചു കൊണ്ടുവരാനായി. മടക്കി കുത്തി ഇറങ്ങണ്ട. കാള കൂട്ടേണ്ടതില്ല, കളക്കേണ്ടതില്ല, ഉഴുതുമറിക്കേണ്ടതില്ല. ഒന്നുപോയി നിശ്ചയിക്കുമ്പോഴേക്ക് ഉദ്ദേശിക്കുമ്പോഴേക്ക് സന്തോഷത്തോടെ കായ്കനികൾ വന്നുപോയി. ഏതാ വേണ്ടത് എല്ലാം അവിടെയുണ്ട്. ഏത് തരം കൃഷിയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുണ്ട്. അപ്പൊ സഹാബത്തിൽ നിന്നൊരു കൂട്ടം ആളുകൾ ചോദിച്ചു അവിടെ മാർക്കറ്റ് ഉണ്ടോന്ന്. ഞാൻ അവർ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. മാർക്കറ്റ് ഉണ്ട് നബിയെ. തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ മാർക്കറ്റ് ഉണ്ട്. വ്യത്യസ്ത സൂക്കുകളുണ്ട്. ആ സൂക്കുകളിൽ ആരാ വാങ്ങുന്നതും കൊടുക്കുന്നതും. ആർക്കും എന്തും വാങ്ങാം, ആർക്കും എന്തും കൊടുക്കാം. വിലപേശുന്ന സൂക്കല്ല. കച്ചറ പറയൂല. വിലയേറാനും പറയാനും അവിടെ പ്രശ്നമില്ല. സംസാരത്തിനും സന്തോഷത്തിനും വേണ്ടി മാർക്കറ്റിലേക്ക് വരും. നല്ലോണം സന്തോഷത്തോടെ സംസാരങ്ങൾ കൈമാറും. എന്നിട്ട് യഥേട്ടം വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകും. പിന്നെ ഇറക്കുമതി ചെയ്യാനോ ഈ കച്ചവടക്കാരുടെ കയ്യിൽ പണമുണ്ടാകുമോ? വേണ്ട. എടുത്താൽ തീർന്നെങ്കിലല്ലേ ഇറക്കുമതി ചെയ്യാൻ അവിടെ കൊണ്ടുവരേണ്ടത്. ഒന്നെടുക്കുമ്പോഴേക്ക് അതിന് മറൊറ്റൊന്ന് അവിടെ വരികയാണ്. പഴങ്ങൾ ഒരു പഴം പറിക്കുമ്പോഴേക്ക് തൽസ്ഥാനത്ത് ആ പഴം വീണ്ടും വരികയാണ്. അപ്പൊ പിന്നെ ഒരു കുറവ് അവിടെ പറയാനില്ല. പാനപാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്ക് ആ പാത്രം ഇങ്ങനെ വെക്കുമ്പോഴേക്ക് പാത്രം നിറയുകയാണ്. പിന്നെ അതിലെവിടെ കുറയാന്? ഗ്ലാസ്സിലെടുത്ത് കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ വെക്കുമ്പോ വീണ്ടും ഒഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഒഴിക്കുകയാണ്. അവിടെ അത് കുറയുന്നില്ല. എപ്പോഴും പാനപാത്രങ്ങൾ ഫുള്ളാണ്. മാർക്കറ്റുകൾ സുലഭമാണ്. എല്ലാം നിറഞ്ഞ രീതിയിലാണ്. സ്വർഗലോകത്ത് ഉറക്കമുണ്ടോ? തങ്ങൾ പറഞ്ഞു സ്വർഗലോകത്ത് ഉറക്കല്ല. കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ സഹോദരൻ. നമ്മളൊക്കെ ഉറങ്ങിയാൽ മരിച്ചു തന്നെ കൂട്ടിയാൽ മതി. അമ്പിയാക്കളൊക്കെ ഉറങ്ങിയാൽ അവരെ കണ്ണേ ഉറങ്ങുള്ളൂ, കൽബ് ഉറങ്ങൂല. അമ്പിയാക്കളെ കണ്ണല്ലേ ഉറങ്ങുള്ളൂ, കൽബ് ഉറങ്ങൂ? ഉറങ്ങൂല. അവരെ കൽബ് ഉറങ്ങൂല. ലാ തുൻകിരിൽ വഹ്യ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം തനമി. മുത്തുനബി തങ്ങൾ കണ്ടൊരു ദർശനത്തെ പറ്റി അത് വഹിയാണോ അല്ലേന്ന് നിനക്കൊരു ആശങ്ക വേണ്ട. കാരണം അല്ലാഹു അവിടത്തേക്ക് സമ്മാനിച്ചിരിക്കുന്ന കൽബ്, ആ കൽബിന് ഉറക്കമില്ല. കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. നമ്മൾ ഉറങ്ങിയാൽ കണ്ണു ഉറങ്ങും, കൽബ് ഉറങ്ങും, പായ ഉറങ്ങും, കട്ടിൽ ഉറങ്ങും, വിരിപ്പ് ഉറങ്ങും, ഒന്നായിട്ട് ഉറങ്ങും. അതുകൊണ്ടല്ലേ ഒരു റൂമൊന്നും എടുത്ത് മറ്റേ റൂമിൽ കൊണ്ടുപോയിട്ട് അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ ഇവിടെ അല്ലല്ലോ കടന്ന്. അവിടെ തന്നെ അല്ലല്ലോ, ഞാൻ അവിടെ കടന്ന്. ആരെവിടെ എത്തിച്ച്? അതാരെ കൊണ്ടുപോയി. അറിഞ്ഞില്ലല്ലേ? നമ്മളൊക്കെ കിടക്കുന്നിടത്ത് ചില ആൾക്കാരെ എടീറ്റ് നേരെ റോട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ റോട്ടിൽ അവരെങ്ങനെ ഉറങ്ങും. നല്ല സുന്ദരമായിട്ട് ആ ജാതി ഉറക്കാണ്. ഈ ഉറക്കം എന്ന് പറയുന്നത് അതൊരു മരണത്തിന്റെ സഹോദരനാണ്. മരണം സ്വർഗത്തിലുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരനും ഇല്ല. മരണല്ല, അതുകൊണ്ട് മരണത്തിന്റെ സഹോദരനായ ഉറക്കവും ഇല്ല.
അതുകൊണ്ടാണ് ഇല്ലാന്ന് വെച്ചത്. നമ്മളൊക്കെ ഉറങ്ങിയാൽ അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ദിക്റല്ല അങ്ങനല്ലേ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരിപ്പിച്ച ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഉറക്കം എന്ന് പറയുന്നത് ഒരു പാതി മരണമാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ അതിനെ പറ്റി മരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു തആല ആത്മാക്കളെ പിടിച്ചുയർത്തുന്നു മരിക്കുന്ന സന്ദർഭത്തിൽ, വല്ലത്തി ലം തമുത് മരിക്കാത്ത സന്ദർഭത്തിലും ഫീ മനാമിഹാ ഉറക്കത്തിൽ ആത്മാവുകളെ പിടിച്ചുയർത്തുന്നു. പക്ഷെ പ്രതിരോധ ശേഷിയൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും പിന്നെ ഉറുമ്പോ മറ്റോ കണ്ണിലും കാതിലൊക്കെ കയറുമ്പേ പിടിച്ച് തിരുമ്പി താഴോട്ടിരുന്നത്. പക്ഷെ ശരിക്ക് ബോധമണ്ഡലമൊന്നും ഉണ്ടാകില്ല, അത് പിന്നെ ഉണർന്നാലേ ഉണ്ടാകും. അപ്പൊ ആ സ്വർഗലോകത്ത് എല്ലാ സുഖങ്ങളും ഉണ്ട്, ഏകാന്തത അനുഭവപ്പെടൂല. ആളുകൾ അതുകൊണ്ടല്ലേ പാർക്കിലേക്കും മറ്റൊക്കെ പോകുന്നത്, സുഖിച്ച് സല്ലപിച്ച് വർത്തമാനം പറഞ്ഞ് എല്ലാത്തരം പാനീയങ്ങളും കുടിച്ച് നല്ല റാഹത്തോടെ വർത്തമാനൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് തണലൊക്കെ ആസ്വദിച്ച്. സ്വർഗത്തിൽ എന്തിനാ തണലെന്ന് പറഞ്ഞില്ലല്ലേ? എന്തിനാ തണല് പറയാൻ വിട്ടാതെ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അതിനാണ് ഈ ബോർഡൊക്കെ വെച്ച് മുന്നിൽ നിങ്ങൾ എത്തിയത്. ജഡ്ജസ്റ്റ് ആയിട്ട് ഇരുത്തിയതിനാണ്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയാൽ ഉണർത്താൻ വേണ്ടി. എല്ലാവർക്കും അങ്ങനത്തെ ബോർഡ് കൊടുത്തില്ല, ഇർഷാദിയാണെന്ന ബോർഡ് കൊടുക്കുന്നില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളെ പ്രത്യേകം ബഹുമാനിച്ചുകൊണ്ടിരുത്തിയത്. പിന്നെ സ്വർഗത്തിലുള്ള തണലെന്തിനാണ്? അവിടെ അർശിന്റെ വല്ലാത്ത നൂറാണ്. അർശിന്റെ നൂറ് കൊണ്ടാണ് സ്വർഗലോകത്തെ പ്രഭ മുഴുവനും. മുഅ്മിനീങ്ങളുടെ നൂറ് കൊണ്ടും സ്വർഗലോകത്തെ പ്രഭയാണ്. അപ്പൊ ആ അർശിന്റെ നൂറിൽ നിന്നൊരു ചെറിയ മറക്ക് വേണ്ടിയാണ് അല്ലാഹു തണൽ വൃക്ഷങ്ങളെ നൽകിയിരിക്കുന്നത്. ചാരുകസേരകളിൽ ഇരിക്കുന്ന ഈ സഹധർമ്മിണികൾ മരങ്ങളിലേക്ക് നോക്കുമ്പോ മരത്തിന്റെ മുകളിൽ കാണും നല്ല പഴങ്ങൾ. ആ പഴങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പഴം വേണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് അതിന്റെ ശിഖിരങ്ങൾ തായോട്ടി ഇങ്ങനെ താന്നു വന്നുപോയി. ഒരു പാറാവുകാരനെ വിളിച്ചിട്ട് ആ പഴം പറിച്ചു കൊണ്ടുപോവാന്ന് പറയേണ്ടതില്ല. അപ്പോഴാണൊരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നത്. ആ പക്ഷി ഒന്ന് ഫ്രൈ ആയി വന്നിരുന്നെങ്കിൽ എന്ന് ഈ ചാരുകസേരകളിൽ ഇരിക്കുന്ന സഹധർമ്മിണിമാര്, ഭാര്യ ഭർത്താക്കന്മാര് ഇണകളാഗ്രഹിക്കുമ്പോ അതങ്ങനെ തന്നെ വരുന്നു. മശ്വിയൻ വമസുലിയ, ഹദീസിൽ കാണാം ചുട്ട രൂപത്തിലും വരും, പൊരിച്ച രൂപത്തിലും വരും. നല്ല നല്ല പക്ഷികൾ മുന്നോട്ട് വരും. പക്ഷി മാംസം കഴിക്കാൻ നല്ല രസമാണ്. ചോദിക്കും പോത്തർച്ചുണ്ടാവുന്നു, അത് കടിച്ചിട്ട് എത്ര ആളെ പല്ല് പോയിട്ടുണ്ട്, ഇപ്പൊ അവിടുന്ന് കൂടി അപ്പോഴായിട്ട് പോകണ്ടാതെ. നല്ല സ്മൂത്തായ ആനന്ദത്തിനുള്ള ഭക്ഷണങ്ങളാണ് അവിടെ തരുന്നത്. പക്ഷിമാംസം നല്ല ടേസ്റ്റാണ്, ഭക്ഷിക്കാൻ പ്രയാസം ഇല്ലല്ലോ, ആർക്കും ഭക്ഷിക്കാൻ. എല്ലാ ഭക്ഷ്യവസ്തുക്കളും അങ്ങനെ. അപ്പൊ ആ സന്തോഷ ജീവിതത്തിൽ ഏകാന്തത അനുഭവപ്പെടൂല. നല്ല സ്വറ പറഞ്ഞിരിക്കുന്ന, സന്തോഷങ്ങൾ പറഞ്ഞിരിക്കുന്ന നേരങ്ങൾ. എത്ര നേരം? 1 മണിക്കൂർ പോലെ. എത്ര ഉദ്ദേശിക്കണം അത്രയും ടൈം. ഇവിടൊക്കെ രാത്രി ഇനി പോകാന്ന് പറയില്ലേ, പകലാ ഇനി പോകാൻ, അങ്ങനൊന്നുമില്ല. നല്ല ആനന്ദമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏകാന്തത അനുഭവപ്പെടാത്ത രൂപത്തില് സ്വർഗീയസ്ഥരും അവരുടെ ഇണകളും നല്ല ഹൈ പവറിലുള്ള കട്ടിലുകളുടെ മേല് ചാരിയിരുന്നു കൊണ്ട് സന്തോഷം പറയുന്നു. അവരെ മുഖത്ത് പ്രത്യേകം പ്രകാശം ഉദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം നിറയെ നൽകിയിരുന്ന 2 മഹൽ വ്യക്തിത്വങ്ങളെ വിടവാങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അവിടുത്തെ പിതാവിനോട് തുല്യമായി തങ്ങൾ നോക്കിയിരുന്ന, തങ്ങളെ വളർത്തിയിരുന്ന, സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബ് രണ്ടുപേരും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ അങ്ങ് വിടവാങ്ങിയപ്പോ തങ്ങൾക്ക് ഒറ്റപ്പെട്ടു എന്നുള്ള ഏകാന്തത വന്നപ്പോ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ക്ഷണിച്ച് വരുത്തിയ സന്ദർഭമല്ലേ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. സന്തോഷം കൊടുക്കാൻ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം യാത്രയിൽ കൂടെയുണ്ട്. സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ട് നബി തങ്ങൾ മുന്നോട്ട് ഗമിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഒറ്റക്കാണോ പോകേണ്ടത് എന്നൊരു ധാരണയോടെ മുന്നോട്ട് പോയപ്പോൾ
വസമിഅ സൗതൻ യുശാബിഹു സൗത അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏകാന്തതയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് തങ്ങൾ നടന്നു നീങ്ങുമ്പോ സിദ്ദീഖ് തങ്ങളുടെ ശബ്ദത്തോട് സാമ്യമുള്ള ഒരു ശബ്ദം കേട്ടു. അപ്പോഴേക്ക് തങ്ങളെ ഏകാന്തത നീങ്ങിപ്പോയി. ഒറ്റക്ക് വീട്ടിൽ കഴിയുന്ന ഭാര്യയെ വിദേശത്തുനിന്ന് ഭർത്താവെന്ന് വിളിക്കുമ്പോ ഭാര്യക്ക് തോന്നും, ഇപ്പൊ ഞാൻ ഒറ്റക്കല്ല, എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ട്. ഇപ്പോഴല്ലേ വിളിച്ചത്, ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ദൂര സ്ഥലത്ത് പഠിക്കാൻ പോകുന്ന ആളുകളെ ബാപ്പമാര് ഉമ്മമാര് വിളിച്ച് ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കുമ്പോ ബാപ്പയും ഉമ്മയും കൂടെയുണ്ട്. അവര് വേർപിരിഞ്ഞിട്ടില്ല. അവരെ ശബ്ദം കേട്ടല്ലോ, വിശേഷങ്ങൾ അറിഞ്ഞല്ലോ. മുത്തനബി തങ്ങൾക്കൊരു ഏകാന്തത വരുമെന്ന് തോന്നിയപ്പോഴേക്ക് തങ്ങളെ കൂടെ സദാസമയത്തും ഉണ്ടാകുന്ന, സ്വന്തത്തെക്കാളും തങ്ങളെ സ്നേഹിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടപ്പോ തങ്ങളെ മനസ്സിന് വല്ലാത്ത കുളിര് വന്നു. ഞാനിവിടെ ഒറ്റക്കല്ല, എന്റെ സിദ്ദീഖിന്റെ ശബ്ദത്തോട് സാമ്യമുള്ളൊരു ശബ്ദം കേട്ടല്ലോ. അപ്പൊ സ്വർഗലോകത്ത് ഏകാന്തതയില്ല, നല്ല സന്തോഷമാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ആ സ്വർഗലോകത്ത് അവർക്ക് ഫാകിഹത്തുൻ വ്യത്യസ്ത തരം പഴങ്ങളുണ്ട്. ഫാകിഹത്തുൻ പഴങ്ങളുണ്ട്. ദുനിയാവിലുള്ള എല്ലാ കയ്പേറിയ നമ്മള് ഒഴിവാക്കി തള്ളുന്ന പഴങ്ങളൊക്കെ സ്വർഗത്തിലുണ്ടാവും. പക്ഷെ എനിക്ക് മധുരായിരിക്കും. ഇവിടെ വേണ്ടാന്ന് വെച്ചത് ഭക്ഷിക്കാൻ പറ്റുന്നത് കയ്പാണ്, അതിന് പുളി കൂടുതലാണ്. ചിലരത് കറി വെച്ചാലും ഉണ്ടാക്കിയാലും പൊരിച്ചാലും പോലും കഴിക്കില്ല. ഇനി പേരെന്നെ കയ്പാന്നായതുകൊണ്ട്. പക്ഷെ ആഖിറത്തിൽ അതുണ്ട്. പക്ഷെ അവിടെ കയ്പല്ല, അവിടെ മധുര. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആട്ടങ്ങ എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ എന്താ പറയുന്നത് ഇവിടെ ഉണ്ട്, ഒന്നും കാണുന്നില്ല, വള്ളിയിലാണ്. പക്ഷെ അത് കയ്യിലായി കഴിഞ്ഞാൽ ഒരു ദുർഗന്ധായിരിക്കും. പൊട്ടിപ്പോയാൽ ഒരു ബോൾ പോലത്തെ ഒരു വലുപ്പമുള്ള സാധനം. അതങ്ങനെ പടർന്നു പിടിക്കും. അതിന്റെ ടേസ്റ്റ് വല്ലാത്ത കയ്പാണ്. എങ്ങാനും നാവിലൊരു ചെറിയ തുള്ളി വീണു പോയിട്ടുണ്ടെങ്കിൽ മധുരം വല്ലതും കഴിക്കേണ്ടി വരും. കയ്പ് നീങ്ങണമെങ്കിൽ അത്രയും കയ്പാണ്. പക്ഷെ അതും സ്വർഗത്തിലുണ്ട്. കയ്പല്ല, നല്ല മധുരിക്കതുരിക്ക. ഇവിടെയുള്ള എല്ലാ കായ്കനികളും അവിടെ ഉണ്ടാകും. സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിറയെ ഉണ്ടാകും, സമൃദ്ധമായി ഉണ്ടാകും. ലഹും ഫീഹാ ഫാകിഹ. എന്നാ നിങ്ങൾ സുഖത്തിന് സന്തോഷത്തിന് കഴിക്കുന്നതാണല്ലോ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു, അല്ലേ? ഒരു സുഖത്തിന് ആരോഗ്യത്തിനും വിശപ്പ് മാറാനും ഫ്രൂട്ട്സ് കഴിക്കല് കണക്കായി. ഫ്രൂട്ട്സ് എന്തിനാ ഫ്രൂട്ട്സ് സാധാരണ കഴിക്കല്? ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായ ഫ്രൂട്ട്സ് കഴിക്കും. എന്തിന്? ഒരു സുഖത്തിന്, ഒരു സന്തോഷത്തിന്. അങ്ങനെയാ. ഇവിടെ അതുകൊണ്ട് ആരോഗ്യം മറ്റൊക്കെ ഉണ്ടാകുമെങ്കിലും സ്വർഗത്തിൽ മുഴുവനും സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. അതുകൊണ്ടാണല്ലോ അവിടെ ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങളുണ്ട്. വലഹും മാ യദ്ദഊൻ. അവരാവശ്യപ്പെടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും സ്വർഗത്തിലുണ്ട്.